ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുട്ടി വിശേഷങ്ങളുമായിട്ടൊരു കുഞ്ഞ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. നല്ല തണുപ്പും ചെറിയ കാറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാനൊരു ഇച്ചിരി ചായ കുടിക്കാമെന്ന് ഓർത്ത്. ഈ ചായ കൂടി ഇങ്ങനെ പതിവല്ല, വല്ലപ്പോഴും തോന്നും ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഇച്ചിരി ചായ കുടിക്കാമെന്ന്. അപ്പം മാത്രമുള്ളൊരു ശീലമാണിത്. നല്ലൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം പിന്നെ കാലത്തുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കും. പഞ്ചസാര ചേർക്കുമ്പോൾ ചപ്പാത്തിക്ക് അങ്ങനെ മധുരമൊന്നും ഫീൽ ചെയ്യില്ല. അതൊരു ചെറിയൊരു നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ ഞാനിത് നമ്മുടെ ഓയിൽ മേടിച്ച പാക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച പാക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കളയത്തില്ല. അതിങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുഴച്ചിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ അങ്ങനെ വെക്കുമ്പോൾ നല്ലതായിരിക്കും. കാരണം നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തിയൊക്കെ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് ചായയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ച് അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായി. ചായ ഒന്ന് ഒഴിക്കുമ്പോൾ ഇച്ചിരി പോയിട്ടുണ്ടായിരുന്നേ, അതൊന്നും കുഴപ്പമില്ല, സാധാരണ ആണല്ലോ. എന്നിട്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിട്ടാണ്. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല കുഞ്ഞതല്ല, നമ്മുടെ ചപ്പാത്തിക്ക് ആവശ്യമുള്ളൊക്കെ ഒരു ബോൾസ് ആക്കിയിട്ട് അതെല്ലാം എടുത്താക്കി ഒന്ന് പരത്തിയിട്ട് ചപ്പാത്തി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി. ആ ടൈമിൽ തന്നെ നമ്മൾ കറിയും ഉണ്ടാക്കേണ്ടായിരുന്നു. കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കണില്ല. ഗ്രീൻ പീസ് കറിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട്. ആ ടൈമിൽ ചപ്പാത്തിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി ചുടുന്ന ടൈമിൽ ഇച്ചിരി ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാറ്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാനും പറ്റും. എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ വരട്ടിയിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറി വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ്. അതെല്ലാം കഴിച്ച് ചായ കുടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നേ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്, മോനെയും കൊണ്ട് വന്നതായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു. പക്ഷെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റിയില്ല കേട്ടോ. നമ്മളിങ്ങനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായി. ഇത് ഹോസ്പിറ്റലിൽ കണ്ടൊരു മരമാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായി. ഇങ്ങനെ കുറേ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലിങ്ങനെ ചിലതിങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. കാരണം നല്ല വിശപ്പുണ്ടായി. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ഫുഡായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇറച്ചി അങ്ങനെ കഴിക്കാതെ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നമ്മൾ പിന്നെ വീട്ടിലോട്ട് വരായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്.